ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമുക്കൊരു അടിപൊളി ഹെയർ ബാൻഡും അതൊക്കെ മാച്ചായിട്ടുള്ളൊരു നെക്ലേസും ബ്രേസ്ലെറ്റൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള കീ വയറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ 6 എണ്ണം എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാതും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് നല്ല ടൈറ്റിലൊന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. നമുക്കിതുപോലെ കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. നമുക്ക് ഓരോ വയറിൻ്റെ മുകളിലും നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ഫുള്ളായിട്ടൊന്ന് കോർത്തെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് എല്ലാ വയറിൻ്റെ മുകളിൽ ഇതുപോലെ ബീഡ്സിനെ കോർത്തെടുക്കാം. ഇതുപോലെ എല്ലാ വയറിൻ്റെ മുകളിലും കോർത്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് കോർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ലെങ്ത്തിൽ കോർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എൻഡിൽ നമ്മൾ ആ വയറൊന്ന് ഒരു ബീഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് പിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബീഡ് ഓരോന്നായിട്ട് വിട്ട് പോകും. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് 3 ഇതുപോലെ 3 പാർട്ടായിട്ട് എടുക്കണം. അപ്പോൾ ഓരോ പാർട്ട് ഇത് 2 ലെയർ വരുന്ന രീതിയിലായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മളെ ഹെയറൊക്കെ പിന്നിടുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് 2 ലെയർ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് പിന്നെടുക്കാൻ നോക്കട്ടോ. നമ്മൾ ഹെയറൊക്കെ പിൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് പിൻ ചെയ്തെടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ലെയർ ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. ഒന്ന് താഴ്ഭാഗത്തും മുകളിലും വരുന്ന രീതിയിലാവരുത്. ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ മുടഞ്ഞെടുക്കാൻ. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് മുടഞ്ഞെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എൻ്റെ ഭാഗത്ത് നമ്മൾ വയറിനെ പിടിച്ചിട്ട് നന്നായിട്ട് തന്നെ പിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഞാൻ നെക്ലേസിന് വേണ്ടിയിട്ടാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് 2 ഹാൻഡും ഒരു ഹാങ്ങിങ് പോലെ ചെയ്തിട്ട് നമുക്ക് കുളത്ത് വെച്ചെടുക്കാം. നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതുപോലെ കുറച്ച് അധികം ലെങ്ത്തിൽ ഒന്നുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഹെയർ ബാൻഡ് ബേസിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ചെയ്തെടുത്തതാട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ബീഡ്സ് നമ്മൾ ആ ബേസിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടോ.
അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് നമ്മുടെ ബേസിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഫുള്ളായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഒട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അത് നമ്മളൊന്ന് കുറച്ച് ടൈം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. അപ്പോൾ നമ്മൾ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഷുഗർ ബീഡ്സിനൊക്കെ കുറഞ്ഞ് വില വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് 10 രൂപയ്ക്ക് ഒരു പാക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിന് വേണ്ടി ഒരു 4 പാക്ക് ഷുഗർ ബീഡ്സൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഏത് കളർ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് നെക്ലേസും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.